ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ ഐ ഗഡറുകൾ ക്രെയിൻ ഉപയോഗിച്ച് എങ്ങനെ ഉയർത്തുന്നതെന്ന് നമുക്ക് കാണാം. ഇന്നലെ രാത്രി 2:30-ക്ക് അരൂർ തുറവൂർ ഉയരപ്പാതയിൽ അപകടം സംഭവിച്ചിരുന്നു. ഗർഡറുകൾ ക്രെയിൻ ഉപയോഗിച്ച് ലോഞ്ച് ചെയ്തതിനു ശേഷം ഗർഡറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹൈഡ്രോളിക് ജാക്ക് വെച്ച് സ്ലൈഡ് ചെയ്ത് നീക്കുന്നതിൻ്റെ ഇടയിലാണ് ഹൈഡ്രോളിക് ജാക്കിൽ നിന്ന് തെന്നിമാറി ഗർഡർ നിലം പതിച്ചത്. കൂടെ ബാക്കിയുള്ള ഗർഡർ നിലം പതിച്ചു. ഗർഡറുകൾ തകർന്നു വീണത് ഒരു പിക്കപ്പ് വാനിന് മുകളിലായി. അതിനുള്ളിലാണ് ആ സ്പോട്ടിൽ തന്നെ മരിച്ചു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഹൈവേയുടെ നിർമ്മാണഘട്ടം നടക്കുമ്പോൾ യാത്ര ചെയ്യാൻ. ഗതാഗത സൗകര്യം ഉറപ്പായതിനു ശേഷമേ മുന്നോട്ടുള്ള യാത്ര തുടരാവൂ, അല്ലെങ്കിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാം. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള വർക്കാണ് ഈ ഉയരപ്പാതയുടെ നിർമ്മാണം. ഈ ഐ ഗഡർ ലോഞ്ച് ചെയ്യുന്നിടത്ത് 2 ക്രെയിനുകൾ കാണാം. ഒരു ക്രെയിൻ ഐ ഗഡറിന്റെ ലിവിങ് എൻഡിലും അടുത്ത ക്രെയിൻ ഐ ഗഡറിന്റെ ഡെഡ് എൻഡിലുമാണ്. ഈ RCC ഐ ഗഡറിന് കുറഞ്ഞത് 80 ടൺ മുതൽ 120 ടൺ വരെ വെയിറ്റ് ഉണ്ട്. ഈ ഗഡറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ട്. ഗഡറുകൾ മുകളിൽ വെച്ച് ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹൈഡ്രോളിക് ജാക്ക് വെച്ച് സ്ലൈഡ് ചെയ്താണ് നീക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ചുള്ള ഗഡറിന്റെ ലോഞ്ചിങ് ടൈമും ഈ ഗഡറുകൾ കാൻഡിലിവർ ബീമിൽ ഫിക്സ് ചെയ്യുന്നത് വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള വർക്ക് സൈറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറി തന്നെ നിൽക്കണം. എത്ര പേരുടെ ലൈഫാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാമോ? ചെറിയൊരു അശ്രദ്ധം മൂലം ഈ സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരുടെയോ യാത്ര ചെയ്യുന്നവരുടെയോ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ ഈ കാണാൻ പോകുന്ന ഐ ഗഡറിന്റെ സ്റ്റീൽ ഫിക്സിംഗ് ചെയ്തിരിക്കുന്നതാണ്. ഐ ഗഡറിന്റെ ബോട്ടത്തിലുള്ള ബേസ് പ്ലേറ്റ് ഉണ്ട്. കുറഞ്ഞത് ഈ ഐ ഗഡറിന് 45 മീറ്ററോളം ലെങ്ത് ഉണ്ട്. ഈ ഐ ഗഡർ മെഷിനുള്ളിൽ HDP പൈപ്പ് പ്രൊഫൈൽ ചെയ്തിരിക്കുന്നത് കാണാം. ഈ ഐ ഗഡറിന്റെ അറ്റത്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഷട്ടർ കണ്ടില്ലേ? ഇതിനുള്ളൊരു പൈപ്പിന്റെ ഹോളാണ് കണ്ടോ. ഇത് കണ്ടില്ലേ, കാൻഡിലിവർ ബീം വാർക്കുന്നത്. അതിന്റെ സ്കാഫോൾഡിങ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓളത്തിൻ്റെ സ്കെൽട്ടൻ കണ്ടില്ലേ?